ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ് സൂൺ ആസ് അതുപോലെ തന്നെ ആസ് ലോങ് ആസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആസ് സൂൺ ആസും അതേപോലെ തന്നെ ആസ് ലോങ് ആസും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ആസ് സൂൺ ആസ് എന്താണെന്ന് പഠിക്കാം, അതിനുശേഷം ആസ് ലോങ് ആസ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ പറയലേ, അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണേ, അല്ലെങ്കിൽ പറയും അവനെ കണ്ടപടിയെ എന്നോട് വിവരം പറയണേ, അതല്ലെങ്കിൽ പറയും ബസ് കിട്ടിയാൽ ഉടനെ വിളിക്കണേ. ഇങ്ങനെ നമ്മൾ പറയില്ലേ, നീ അവിടെ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണേ, അവനെ കണ്ടാൽ ഉടനെ പറയണേ എന്ന് നമ്മൾ പറയില്ലേ. നമ്മൾ അതൊക്കെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ എത്തിയാൽ ഉടനെ നമ്മൾ പറയില്ലേ, ആ ഉടനെ, അല്ലെങ്കിൽ നീ അവനെ കണ്ടാൽ ഉടനെ, ആ ഒരു ഉടനെ എന്ന് പറയില്ല. അതേപോലെ തന്നെ നമ്മൾ പറയും എത്രയും പെട്ടെന്ന് അവിടെ ചെന്നാൽ എത്രയും പെട്ടെന്ന് നീ എന്നെ വിളിക്കണം എന്ന് പറയില്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ അവിടെ എത്തിയ ഉടനെ, പെട്ടെന്ന് തന്നെ, അങ്ങനെയാണ് നമ്മൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. നീ എത്തിയ ഉടനെ എന്നെ വിളിക്കണേ. നമ്മളെ അമ്മമാര് മക്കള് പോകുമ്പോൾ മക്കളോട് പറഞ്ഞു വിടുന്ന ഒരു കാര്യമാണ് എത്തിയ ഉടനെ, നീ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണേ. അപ്പൊ എത്തിയ ഉടനെ, ഈ ഉടനെ എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം, നീ അവിടെ എത്തിയ ഉടനെ എങ്ങനെ പറയണം, ആസ് സൂൺ ആസ്. ബാക്കി നിങ്ങൾ പറയൂ, എത്തുക, അവിടെ എത്തുക എന്ന് നമ്മൾ എങ്ങനെ പറയും, എങ്ങനെ പറയും, യു റീച്ച് ദർ. ആസ് സൂൺ ആസ് യു റീച്ച് ദർ, പിന്നെ എന്ത് ചെയ്യണം, വിളിക്കണം, എന്നെ വിളിക്കണേ എന്നെങ്ങനെ പറയണം, കോൾ മീ. ആസ് സൂൺ ആസ് യു റീച്ച് ദർ, നീ അവിടെ എത്തിയ ഉടനെ, ആസ് സൂൺ ആസ് യു റീച്ച് ദർ കോൾ മീ, എന്നെ വിളിക്കണേ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ. ഇനി വേറെ ഒരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ, ബസ് കിട്ടിയാൽ ഉടനെ എന്നെ വിളിക്കണേ. ബസ് കിട്ടിയാൽ ഉടനെ എന്നെ വിളിക്കണേ എങ്ങനെ പറയണം, ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ് ആദ്യം ചേർത്തു. ഇനി നമ്മൾ എന്ത് പറയണം, നിനക്ക് ബസ് കിട്ടിയാൽ ഉടനെ, യു ഗെറ്റ് ദ ബസ്, ബസ് കിട്ടിയാൽ ഉടനെ കോൾ മീ, എന്നെ വിളിക്കണേ. ആസ് സൂൺ ആസ് യു ഗെറ്റ് ദ ബസ് കോൾ മീ, എന്നെ വിളിക്കണേ. ബസ് കിട്ടിയാൽ ഉടനെ, ആസ് സൂൺ ആസ്. ഇനി അടുത്തത്, ജോലി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, ജോലി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോകും. ജോലി കഴിഞ്ഞാൽ ഉടനെ, ജോലി കഴിഞ്ഞപടിയെ, ജോലി കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഞാൻ പോകും. എങ്ങനെ പറയണം, ആസ് സൂൺ ആസ് കഴിഞ്ഞപടി, ആഫ്റ്റർ മൈ വർക്ക്. ആസ് സൂൺ ആസ് ആഫ്റ്റർ മൈ വർക്ക്, ഞാൻ പോകും, ഐ വിൽ ഗോ. ആസ് സൂൺ ആസ് ആഫ്റ്റർ മൈ വർക്ക് ഐ വിൽ ഗോ, ജോലി കഴിഞ്ഞാലുടനെ ഞാൻ പോകും. ഇനി വേറെ ഒരു സെന്റൻസ്, എത്രയും പെട്ടെന്ന് അത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അത് ചെയ്യുക. നമ്മൾ പറയില്ലേ, ഒട്ടനെ തന്നെ അത് ചെയ്യുക നമ്മൾ പറയില്ലേ. അത് നമുക്ക് എങ്ങനെ പറയാം, ആസ് സൂൺ ആസ് ഡു ഇറ്റ്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഇറ്റ് അതും. ആസ് സൂൺ ആസ് ഡു ഇറ്റ്, പെട്ടെന്ന് തന്നെ അത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അത് ചെയ്യുന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിനാണ് നമ്മൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഉടനെ തന്നെ എന്നാണ് ആസ് സൂൺ ആസിന്റെ അർത്ഥം. ആസ് സൂൺ ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന്, നീ അവിടെ എത്തിയ ഉടനെ തന്നെ എന്നെ വിളിക്കണേ, ബസ് കിട്ടിയാൽ ഉടനെ തന്നെ എന്നോട് പറയണേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് സൂൺ ആസ് ഉപയോഗിക്കുന്നത്. ആസ് സൂൺ ആസ് മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കുന്നത് ആസ് ലോങ് ആസ് ആണ്. ആസ് സൂൺ ആസ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ആസ് ലോങ് ആസ്. ആസ് ലോങ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം, ഒരു നീളം, ഒരു ലെന്താണ് അത്, അല്ലെ. അപ്പൊ ആസ് സൂൺ ആസ് എന്ന് പറയുമ്പോൾ സെന്റൻസ് ഇങ്ങനെ വരും, നിനക്ക് കഴിയുന്നിടത്തോളം കാലം ഇവിടെ ഇരിക്കാം. പിന്നെ നമ്മൾ പറയും, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നീ എൻ്റെ സ്വന്തമാണ്. നമ്മൾ എപ്പോഴും പറയും അല്ലേ, നമ്മൾ ആ ഒരു കൗമാരക്കാലത്തൊക്കെ പറയുന്ന ഒരു കാര്യം. പിന്നെ അതേപോലെ പറയാം, നിനക്ക് എത്ര നേരം വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, എത്ര നേരം വേണമെങ്കിലും. അതല്ലെങ്കിൽ എത്ര, അല്ലെങ്കിൽ നമുക്ക് പറയാം, നിനക്ക് എത്ര കാലത്തോളം ഇവിടെ നിനക്ക് താമസിക്കാം. അതായത് എന്താ, ഒരു ലെന്ത് അല്ലെ, ആസ് ലോങ് ആസ്, അതായത് എത്ര നേരം വേണമെങ്കിലും, അല്ലെങ്കിൽ നിനക്ക് കഴിയുന്നിടത്തോളം കാലം, ഇങ്ങനെയാണ് അർത്ഥം. എത്ര നേരം വേണമെങ്കിലും, അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കാലം, എത്ര നേരം വേണമെങ്കിലും നിനക്ക് എന്നോട് സംസാരിക്കാം.
അതേപോലെ നിനക്ക് കഴിയുന്നിടത്തോളം കാലം ഇവിടെ താമസിക്കാം, എത്ര നേരം വേണമെങ്കിലും നിനക്ക് അവനെ ഇവിടെ വെയിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കാലം നിനക്ക് അവനെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് പറയാനാണ് ആസ് ലോങ് ആസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസ് നോക്കാം. എത്ര നേരം വേണമെങ്കിലും അവൾക്ക് എന്നോട് സംസാരിക്കാം. എത്ര നേരം വേണമെങ്കിലും അവൾക്ക് എന്നോട് സംസാരിക്കാം. അപ്പൊ എത്ര നേരം വേണമെങ്കിലും നമുക്ക് എന്നാ പറയേണ്ടത്? ആസ് ലോങ് ആസ് ആണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ അവൾക്ക് എന്നോട് സംസാരിക്കാം എന്നിങ്ങനെ പറയും. അവൾക്ക് എന്നോട് സംസാരിക്കാം. ഷീ ക്യാൻ സ്പീക്ക്. പിന്നെ സ്പീക്സ് എന്നൊന്നും വേണ്ട, ഓക്സിലറി ആണ് അല്ലെ. ഷീ ക്യാൻ സ്പീക്ക് ടു മീ. എന്നോട് അവൾക്ക് സംസാരിക്കാൻ കഴിയും. എങ്ങനെയാണ്? ആസ് ലോങ് ആസ്, എത്ര നാൾ വേണമെങ്കിലും, കഴിയുന്നിടത്തോളം കാലം. എന്ത് വേണം? ഷീ വാണ്ട്സ്, അവളുടെ ആവശ്യം എത്ര നാളാണോ അത്രയും നാൾ എന്നോട് അവൾക്ക് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും എന്നോട് സംസാരിക്കാൻ പറ്റും. എങ്ങനെ പറയും? ഷീ ക്യാൻ സ്പീക്ക് ടു മീ. എന്നോട് സംസാരിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആസ് ലോങ് ആസ് ഷീ വാണ്ട്സ്. എത്ര നേരം വേണമെങ്കിലും അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിയും. ഇനി വേറെ ഒരു സെന്റൻസ്. പണമുള്ളിടത്തോളം കാലം അവള് സന്തോഷവതിയാണ്. എങ്ങനെ പറയും? സന്തോഷവതിയാണെന്ന് എങ്ങനെ പറയും? ഷീസ് ഹാപ്പി. സന്തോഷവതിയാണ്. ഷീസ് ഹാപ്പി. പണമുള്ളിടത്തോളം കാലം എങ്ങനെ നമുക്ക് പറയാം? ഉള്ളിടത്തോളം കാലം. ആസ് ലോങ് ആസ്. ഉള്ളിടത്തോളം കാലം എന്താണ്? ഇനി എന്താണ്? പണമുള്ളിടത്തോളം കാലം. ഷി ഹാസ് മണി. പൈസ ഉള്ളത്. ഷി ഹാസ് മണി. ആസ് ലോങ് ആസ് ഷി ഹാസ് മണി ഷി ഈസ് ഹാപ്പി. പൈസ ഉള്ളിടത്തോളം കാലം അവള് സന്തോഷവതിയാണ്. ആസ് ലോങ് ആസ്. ഇനി വേറെ ഒരു സെന്റൻസ് ആണ്. നിനക്ക് ആവശ്യമുള്ളിടത്തോളം നേരം ഇവിടെ ഇരിക്കാം. നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നിനക്ക് ഇവിടെ ഇരിക്കാം. എങ്ങനെ പറയണം? നിനക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും എന്ന് എങ്ങനെ പറയണം? ഷീ ക്യാൻ സിറ്റ് ഹിയർ. അല്ലേ? നിനക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും. ഷീ ക്യാൻ സിറ്റ് ഹിയർ. എത്ര നേരം വേണമെങ്കിലും. ആസ് ലോങ് ആസ്. ആസ് ലോങ് ആസ്. ഇനി നമ്മൾ എന്താ പറയേണ്ടത്? യു നീഡ്. നിന്റെ ആവശ്യം എത്ര നേരം വേണമെങ്കിലും നിനക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും. യു നീഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്തിരി ഒരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഈ ഒരു മലയാള സെന്റൻസ് ഓർത്തിരുന്നാൽ മതി. എത്ര നേരം വേണമെങ്കിലും, അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കാലം എന്ന് പറയാനാണ് നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്നത്. ഇനി ഒരൊറ്റ എക്സാമ്പിളും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതായത് ഇവിടെ ഉള്ളിടത്തോളം കാലം നീ ഈ പണിയൊക്കെ ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നീ ഈ പണിയൊക്കെ ചെയ്തേ മതിയാവൂ. ഇവിടെ ഉള്ളിടത്തോളം കാലം നീ ഈ പണി ചെയ്തേ മതിയാവൂ. ഉള്ളിടത്തോളം കാലം നമ്മൾ എങ്ങനെ പറയണം? ആസ് ലോങ് ആസ്. ഉള്ളിടത്തോളം കാലം നീ. ആരിവിടെ ഉള്ളിടത്തോളം കാലം? യു ആർ ഹിയർ. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യണം? പണി ചെയ്തേ മതിയാവൂ. എങ്ങനെ പറയണം? യു ഹാവ് ടു വർക്ക്. യു ഹാവ് ടു വർക്ക് ഹാർഡ്. യു ഹാവ് ടു എന്തിനാ നമ്മൾ ചേർത്തത്? പണി ചെയ്തേ മതിയാവൂ. അങ്ങനെ പറയാനാണ് ഹാവ് ടു ചേർത്ത്. ഹാവ് ടുവിന്റെ ഉപയോഗത്തെ കുറിച്ച് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ചെയ്തേ മതിയാവും. ഹാവ് ടു. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ആസ് ലോങ് ആസ് യു ആർ ഹിയർ. ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ അവൻ എന്ത് ചെയ്തേ മതിയാവൂ? യു ഹാവ് ടു വർക്ക് ഹാർഡ്. പണി ചെയ്തേ മതിയാവൂ. അപ്പൊ ആസ് ലോങ് ആസിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെ വേറെ ഒന്നാണ്, ശ്രമിക്കാത്തിടത്തോളം കാലം നിനക്ക് ജോലി കിട്ടില്ല. അല്ലെ? ശ്രമിക്കാത്തിടത്തോളം കാലം നിനക്ക് ജോലി കിട്ടില്ല. ശ്രമിക്കാത്തിടത്തോളം കാലം. തിടത്തോളം കാലം. ആസ് ലോങ് ആസ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയണം? ആസ് ലോങ് ആസ് നീ എന്ത് ചെയ്യണം? യു ശ്രമിച്ചിട്ടില്ല. അല്ലെ? യു ഡോണ്ട് ട്രൈ. ശ്രമിച്ചിട്ടില്ല. അല്ലെ? അപ്പൊ യു ഡോണ്ട് ട്രൈ എന്തിനാണ്? യു വോണ്ട് ഗെറ്റ് ജോബ്. ജോലി കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആസ് ലോങ് ആസ്. ആസൂൺ ആസ് നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന്. ആസൂൺ ആസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ എന്താണ്, എത്രയും വേഗം എന്നാണ് അർത്ഥം. ആസ് ലോങ് ആസ് എന്ന് പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം. ഉള്ളിടത്തോളം കാലം എന്ന് പറയാൻ ഒരു നീണ്ട ഒരു കാലം. ഉള്ളിടത്തോളം കാലം. നിനക്ക് എത്ര നേരം വേണമെങ്കിലും, നിനക്ക് എന്നെ മനസ്സിലാകുന്നിടത്തോളം നേരം, മനസ്സിലാകുന്നിടത്തോളം നേരം, ആ ഒരു സമയത്തും നമ്മൾ ആസ് ലോങ് ആസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ചെറിയൊരു ക്ലാസ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകളാണ്, പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ആസ് സൂൺ ആസും ആസ് ലോങ് ആസും. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ആസ് ലോങ് ആസ് വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന സെന്റൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ആസ് ലോങ് ആസ് മതി. കാര്യം ആസ് സൂൺ ആസ് നിങ്ങൾക്ക് മനസ്സിലായി. ആസ് ലോങ് ആസിനെ കുറിച്ചിട്ടൊരു സെന്റൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക.
അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ? കുട്ടികളുടെ പരീക്ഷ തിരക്കിലൊക്കെ ആയിരിക്കും പാരൻസ്. കുട്ടികളെ പഠിപ്പിക്കണം, അവരെ ട്യൂഷന് വിടണം, അങ്ങനെയൊക്കെയുള്ള വലിയ തിരക്കിലായിരിക്കും. എങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്നു എന്നതിനേക്കാളും ഒക്കെ ഉപരി നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്, അതൊക്കെ നേരെ തന്നെയാണ്. മലയാളം ഒരു ലാംഗ്വേജ് ആണ്, തമിഴ് ഒരു ലാംഗ്വേജ് ആണ്, എല്ലാം ഒരു ലാംഗ്വേജ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മലയാളം പഠിക്കുന്നതിനേക്കാളും തമിഴ് പഠിക്കുന്നതിനേക്കാളും എല്ലാത്തിനേക്കാളും വേറൊരു ലാംഗ്വേജ് ഏത് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്കൊരു ആത്മവിശ്വാസം വരും. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തുന്നതാണ്. നമുക്കൊരു ജോലി കിട്ടാതെ വിഷമിക്കുന്നവരാണോ? നിങ്ങൾക്കൊരു ജോലി കിട്ടും. ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പഠിച്ചവരും ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ഇംഗ്ലീഷ് അറിയത്തില്ലാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുന്നവർ. അങ്ങനെയൊക്കെ ഉള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ട്രൈ ചെയ്താൽ കിട്ടാതെ, ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് യാതൊന്നും നമ്മുടെ ഭൂമിയിലില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കണം. ഞാൻ തന്നെ അതിനൊരു ഉദാഹരണമാണ്. ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ട് യാതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളതൊരു വാശിയായി തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സുകളെ കുറിച്ച് അറിയാനുള്ള നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫെബ്രുവരി 19 മുതൽ നമുക്ക് രാത്രിയിലും ക്ലാസ് ഉണ്ട്, ഉച്ചയ്ക്കും ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.